ഹൗ ടു എക്സൽ ഇൻ എക്സാം പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഹെൽത്ത് സംബന്ധിച്ചാണ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെന്റൽ ഹെൽത്ത്, അതുപോലെ ഫിസിക്കൽ ഹെൽത്ത്, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് പരീക്ഷ തലേന്ന് ഒരുങ്ങേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഇതായിട്ട് നമ്മൾ പറയുന്നത് പരീക്ഷ ഹാളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ 3 കാര്യങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അത് ഉപകാരപ്പെടാനായിട്ട് എത്രയും പേരോട് ഷെയർ ചെയ്യുക. പരീക്ഷയിൽ മികച്ച വിജയം നേടുവാൻ നന്നായി പഠിക്കണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നന്നായി പഠിക്കുവാൻ കഴിയണമെങ്കിൽ ശാരീരികവും മാനസികവുമായ ആരോഗ്യം പ്രധാനമാണ്. പരീക്ഷാ കാലഘട്ടത്തിൽ ഭക്ഷണം പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ ഭക്ഷണം, അതേപോലെ തന്നെ കൊഴുപ്പ് കൂടിയ ഭക്ഷണവും ഒഴിവാക്കുക തന്നെ വേണം. കാരണം ഇത് രണ്ടും ക്ഷീണവും ഉറക്കവും വിളിച്ചു വരുത്തും. ഹോട്ടൽ ഭക്ഷണവും ജങ്ക് ഫുഡും ഒഴിവാക്കണം. ഭക്ഷ്യവിഷബാധ എങ്ങാനും ഉണ്ടായാൽ പരീക്ഷ എഴുതാൻ പോലും കഴിയാതെ വന്നേക്കാം. വിവാഹ ചടങ്ങുകൾക്കും മറ്റു ആഘോഷങ്ങൾക്കും ഇക്കാലത്ത് കഴിയുന്നതും പോകാതിരിക്കുക. പോയാൽ സമയം നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ആൾക്കൂട്ടം പകർച്ചരോഗങ്ങൾ പിടിപെടാനും കാരണമായേക്കാം. പരീക്ഷക്കാലത്ത് പരിക്കേൽക്കാവുന്ന കായിക വിനോദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. പകരം അരമണിക്കൂർ ഫിസിക്കൽ എക്സസൈസ് വീട്ടിൽ തന്നെ ചെയ്താൽ മതിയാവും. മാനസിക ആരോഗ്യത്തിനായി മെഡിറ്റേഷൻ അല്ലെങ്കിൽ റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇനി പരീക്ഷയുടെ തലേ ദിവസം ചെയ്യേണ്ടത് എന്തൊക്കെയെന്ന് നോക്കാം. 1 വർഷം കൊണ്ടുണ്ടാക്കിയ നോട്ടുകൾ മുഴുവനും ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനാവില്ല. പകരം ഓരോ വിഷയവും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളും ഫോർമുലകളും എഴുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നല്ലോ. ആ ലിസ്റ്റ് എടുത്തു വെച്ച് മുഴുവനായി ഓർത്തെടുക്കുവാൻ ശ്രമിക്കുക. ഓർത്തെടുക്കുവാൻ കഴിയാത്തവ മാത്രം നോട്ട്സ് നോക്കി അല്ലെങ്കിൽ ടെസ്റ്റ് നോക്കി പഠിക്കുക. ഹോൾ ടിക്കറ്റ്, പേന, പെൻസിൽ, കുടിവെള്ളം തുടങ്ങിയവയെല്ലാം തലേന്ന് തന്നെ ബാഗിലെടുത്ത് വെക്കണം. ധരിക്കുവാനുള്ള ഡ്രസ്സ് റെഡിയാണെന്നും ഉറപ്പുവരുത്തണം. എല്ലാ ദിവസവും ഉറങ്ങുന്ന സമയത്ത് തന്നെ ഉറങ്ങാനും ശ്രമിക്കണം. ചിട്ടയായി പഠിക്കാത്ത കുട്ടികൾ കണ്ടുവരുന്ന ശീലമാണ് തലേന്ന് രാത്രി ഉറക്കം വിളച്ച് പഠിക്കുക എന്നത്. രാത്രി ആവശ്യത്തിന് ഉറങ്ങിയില്ലെങ്കിൽ അത് ശരീരത്തിനും ബ്രെയിനിനും ക്ഷീണം ഉണ്ടാക്കും. പരീക്ഷയിലെ പെർഫോമൻസിനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് രാത്രി ഉറക്കം നിൽക്കരുതെന്ന് പറയുന്നത്. ഇനി പരീക്ഷാ ദിവസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. എല്ലാ ദിവസവും ഉണരുന്ന സമയത്ത് തന്നെ ഉണരുക. പ്രഭാത കൃത്യം കഴിഞ്ഞ് സമയത്തിന്റെ ലഭ്യത അനുസരിച്ച് പ്രധാന ഭാഗങ്ങൾ അല്ലെങ്കിൽ അത്ര കോൺഫിഡന്റ് അല്ലാത്ത ഭാഗങ്ങൾ ഒന്നുകൂടി ഓടിച്ചു നോക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് മുടക്കരുത്. പരീക്ഷ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ ഹാളിൽ എത്തി സ്വന്തം സീറ്റ് കണ്ടുപിടിച്ച് ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ഉടൻ എഴുതാൻ തുടങ്ങാതെ നിർദ്ദേശങ്ങളെല്ലാം വായിച്ചു നോക്കണം. എത്ര സമയം പരീക്ഷയ്ക്ക് അനുവദിച്ചിട്ടുണ്ട്, എത്ര പാർട്ടുകളുണ്ട്, ചോയ്സ് ഉണ്ടോ, മാർക്ക് എത്ര വീതമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. മാർക്ക് എത്രയുണ്ട് എന്ന് നോക്കി വേണം ഓരോ ചോദ്യത്തിനും ഉത്തരം എഴുതുവാൻ. 1 മാർക്കുള്ള ചോദ്യത്തിന് 1 പേജ് മുഴുവൻ എഴുതി വെച്ചാലും 1 മാർക്ക് മാത്രമേ കിട്ടൂ. വിലപ്പെട്ട സമയം വെറുതെ പാഴാക്കരുത്. നന്നായി എഴുതുവാൻ കഴിയുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം തന്നെ ഉത്തരം എഴുതാവുന്നതാണ്. ഉത്തരം എഴുതുന്നതിന് മുമ്പായി ചോദ്യത്തിന്റെ പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഒക്കെ മാർജിനിൽ എഴുതാൻ മറക്കരുത്. ഉത്തരം എഴുതുമ്പോൾ വെട്ടും തിരുത്തും കഴിയുന്നതും ഒഴിവാക്കി വായിക്കുവാൻ കഴിയുന്ന രീതിയിൽ എഴുതണം. മൂല്യനിർണ്ണയം നടത്തുന്ന ടീച്ചർക്ക് ഉത്തരങ്ങൾ ശരിയായി വായിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മാർക്ക് കുറയാനിടയാക്കും. പ്രത്യേകിച്ച് ഉത്തരക്കടലാസിന്റെ ആദ്യ പേജ് വൃത്തിയായി എഴുതുവാൻ ശ്രമിക്കുക. അനുവദിച്ച സമയം മുഴുവനും ഉപയോഗപ്പെടുത്തണം. എഴുതി കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോരാതെ എഴുതി കഴിഞ്ഞ ഉത്തരങ്ങൾ ഒന്നുകൂടെ വായിച്ചു നോക്കി വിട്ടുപോയ വല്ലതുമുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുക. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ പാർട്ട് നമ്പറും സീരിയൽ നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ടോ എന്നും നോക്കേണ്ടതാണ്. പിന്നെ പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള ഡിസ്കഷൻ ഒഴിവാക്കണം. കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കരുത്. എത്ര മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു കാരണവശാലും നോക്കരുത്. പരീക്ഷയിലെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുവാൻ ഇതേപോലെ സഹായിക്കുന്ന നിരവധി മേഖലകളുണ്ട്. എല്ലാ മേഖലയിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ മൊത്തത്തിൽ വരുമ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് ഒരുപാട് ഉയർമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പരീക്ഷയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ, ഇത്രയൊക്കെ അധ്വാനിക്കണമെന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു, എന്തിനു വേണ്ടി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ അതിന് വ്യക്തമായ ഉത്തരം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ലക്ഷ്യം വേണം. പഠിച്ച് ആരാവണം, എന്താവണം, നമ്മൾ ഏത് കരിയറിലേക്ക് എത്തണം, അതിലേക്കുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വേണം ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിലെ പരീക്ഷയെ കാണാൻ. അത് നിങ്ങൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങാനും
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ലഭിക്കുവാനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കരിയറിൽ എത്തിച്ചേരാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഉപകാരപ്പെടുവാനായിട്ട് അത് ഷെയർ ചെയ്യുമെന്നുകൂടി വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.